വെറും കിട്ടില്ല കേട്ടോ. വണ്ടിയുടെ പവർ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു എഫോർട്ട് ചെയ്യേണ്ട ആൾക്കാണ് പുറത്തുപോയ ആളാണ് ടാങ്കിൽ വെള്ളം പിടിച്ചിട്ട്. Hi friends, welcome back to Triple Space Time. Shiva here. 2 പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് രണ്ടിന്റെയും ഒരുമിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, റോയൽ എൻഫീൽഡിന്റെ പുതിയ 650cc ആയ ഇന്റർസെപ്റ്ററും അതുപോലെ 650cc ആയ GTയും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഡ്രൈവ് എടുത്തു. നമ്മൾ കുറച്ച് ദൂരം നമ്മൾ NH വഴി തന്നെ ഹൈവേയിലും അതുപോലെ തന്നെ ചെറിയ റോഡിലും നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. എനിക്ക് കിട്ടിയത്, ഞാൻ ഫസ്റ്റ് കയറി ഇരുന്ന് ത്രോട്ടിൽ കൊടുത്തു. ത്രോട്ടിൽ കൊടുത്തപ്പോഴത്തേക്കും തന്നെ എനിക്ക് അതിന്റെ ഫസ്റ്റ് ആ റെസ്പോൺസ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് സാധാരണ റോയൽ എൻഫീൽഡ് അല്ല. 650cc ട്വിൻ സിലിണ്ടർ പാരലാണ് രണ്ടിന്റെയും എഞ്ചിൻ വരുന്നത്. അപ്പോൾ അത് ചില്ലറക്കാരനല്ല. അതിന്റെ കൂടെ സ്ലിപ്പർ ക്ലച്ച് പൊളി, വേറെ ഒന്നും പറയില്ല. സ്ലിപ്പർ ക്ലച്ച് ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് വരുന്നത്. അതിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 47 PS ആണ് ഇതിന്റെ പവർ വരുന്നത്. ആ 47 PS നമുക്ക് ക്ലച്ച് വിടുമ്പോഴത്തേക്ക് ആ ഹെവി ഫീല് വരത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ക്ലച്ച് കൊടുത്ത് തന്നെ പോകാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ആ പവറിന്റെ ഡെലിവറി പക്ക കൊടുക്കുമ്പോഴത്തേക്ക് ആ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു റോയൽ എൻഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ വൈബ്രേഷൻ, അതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ഇല്ല, 0 നിൽ. മാക്സിമം RPM നമ്മൾ റിവ്യൂ നിർത്തുമ്പോൾ പോലും രണ്ട് വണ്ടിയിലും ഒരുപോലെ തന്നെയാണ് ഇതിന്റെ ആ എഞ്ചിന്റെ റിഫൈൻമെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കൂടെ സ്ലിപ്പർ ക്ലച്ച് കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് സ്ലിപ്പർ ക്ലച്ചിനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമുണ്ട്. സ്ലിപ്പർ ക്ലച്ചും ഇതിന്റെ ട്വിൻ സിലിണ്ടറിന്റെ ആ ഒരു രണ്ടിന്റെയും കോമ്പിനേഷൻ വെറും കിടിലമായിട്ടാണ് അവർ അത് മെഷ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ വ്യത്യാസമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് ഇതിന്റെ സീറ്റിംഗ് വരുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ലീൻ ചെയ്തിട്ടിരിക്കണം. അപ്പോൾ അത് സ്പോർട്ടി ആയിട്ട് കർവ് എടുക്കാനൊക്കെ GT ആണ് പക്ക. അത് മോശക്കാരനല്ല, പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ചധികം എത്ര ദൂരം വേണോ നമുക്ക് അതിൽ സഞ്ചരിക്കാൻ പറ്റും. ഇതിലെനിക്ക് ഗ്ലൗസ് ഇല്ല, അതെല്ലാം ഞാൻ ഓടിച്ചത്. അപ്പോൾ ചെറിയ രീതിയിലൊരു സ്ട്രെയിന് കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഹെവിനെസ് വണ്ടിയിൽ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അല്ല, നിർത്തിയിടുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നിയത് GT ആണ് കമ്പയറിംഗ് ടു ഇന്റർസെപ്റ്റർ. ഇന്റർസെപ്റ്റർ നിർത്തി ഇട്ടിട്ട് കയറി ഇരിക്കുമ്പോഴും എനിക്ക് അത്രയും ഹെവി ആയിട്ട് തോന്നിയില്ല. കാരണം അതിന്റെ ഹാൻഡിലിന്റെ പൊസിഷനും ഹാൻഡിൽ നമ്മൾ അടുത്തോട്ട് വന്നിരിക്കുകയാണ്, അല്പം പോലും ലീൻ ചെയ്യണം. അപ്പൊ ജസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഇതിൽ അഡ്വാൻറ്റേജും അതിലെ ഡിസ്അഡ്വാൻറ്റേജും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ കാര്യമാണ്. വേറെ ഒന്നും തമ്മിൽ എനിക്ക് പറയാനില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നോക്കിയോ, കയറി ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ഫുഡ് റെസ്റ്റ് നോക്കിയ എന്റെ കാലിൽ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്നില്ല. ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ്. ഇത് തട്ടുമ്പോൾ തന്നെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഈസി ആയിട്ട് എനിക്ക് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ക്രൗഡഡ് ആയിട്ട് ഇതിൽ തട്ടുന്നൊന്നും പേടിക്കില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡൊക്കെയാണ് ഇപ്പോൾ. എന്നിട്ടും ക്രൗഡഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. ഗിയറിൽ തട്ടുന്നില്ല, ഗിയർ ലിവറിൽ തട്ടുന്നില്ല. ഇത് തട്ടിയാലും ബാക്കിലോട്ട് ഫുഡ് റെസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ. പക്ഷേ
ഇതേ കാര്യം നമ്മളെ ഇന്റർസെപ്റ്ററിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കിയോ. ഇത് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗിയറും ഇതെല്ലാം കൂടി എൻ്റെ കാലിൽ എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒന്നുകിൽ ഞാൻ ഈ സ്റ്റാൻഡ് മാറ്റിയിട്ട് ഇപ്പം ഞാൻ സ്റ്റാൻഡ് മാറ്റിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യത്തില്ല, ഭയങ്കര ഈസി ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ കാല് തട്ടുന്നുണ്ട്, ബാക്കിൽ കാഫ് ഇവിടെ തട്ടുന്നുണ്ട്, അവിടെ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാമെന്നുള്ളത്. ഓക്കെ, ഇവിടുത്തെ പുതിയ മോഡൽ സാർ, റോയൽ എൻഫീൽഡിന്റെ പുതിയ മോഡൽ, ഏറ്റവും പുതിയ മോഡൽ GT ഇന്റർസെപ്റ്റർ. ഇത് വന്നിട്ട് 317 അത് വന്നിട്ട് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. സ്റ്റാൻഡേർഡ് ടൈപ്പ് വന്നിട്ട് 299. സാറ് ആൾട്രേഷൻ ഒന്ന് ഇറങ്ങിയാണല്ലോ. അപ്പൊ ഇതാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. കാരണം ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 2 എക്സോസ്റ്റ് ആണ് 2 വണ്ടിയിലും. ഇന്റർസെപ്റ്ററിലും GT-ലും 2 സൈലൻസർ വരുന്നുണ്ട്. മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചാണ് പുള്ളി വണ്ടി ചവിട്ടി നിർത്തിയത്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ്, പുതിയ 650 GT ആണെന്നുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറഞ്ഞത് ഒരുവിധം എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു വണ്ടിന്റെ എക്സ്പീരിയൻസ്. മെയിനായിട്ട് ഇതിന്റെ സ്ലിപ്പർ ക്ലച്ച് ഭയങ്കര എഫിഷ്യന്റ് ആണ്, അത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അതിന്റെ കൂടെ ട്വിൻ ചാനൽ ABS വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ABS വരുന്നുണ്ട്. അത് 2 വണ്ടിയിലും വരുന്നു. എല്ലാ വണ്ടിയിലും സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. അതിലിപ്പോൾ ഡ്യുവൽ ചാനൽ വരുന്നുണ്ട്. അപ്പം എത്ര സ്പീഡ് വരുമ്പോഴത്തേക്കാണെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എഫിഷ്യന്റ് ആണ്. ABSന്റെ സഹായവും അതിന്റെ കൂടെ തന്നെ സ്ലിപ്പർ ക്ലച്ചും കൂടെ ആയതുകൊണ്ട് എഞ്ചിൻ ബ്രേക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. എഞ്ചിൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ആ സ്ലിപ്പർ ക്ലച്ച് സ്ലിപ്പ് ചെയ്ത് അത് എഞ്ചിന്റെ ടയർ ലോക്ക് ആവാണ്ട് നമ്മളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതിന്റെ കൂട്ടത്തിൽ ABSും ടയർ ലോക്ക് ആക്കാണ്ട് സഹായിക്കുമ്പോഴത്തേക്കും രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും അത്രയും മാത്രം പവർ എഫിഷ്യന്റ് ആയിട്ടാണ് നമുക്ക് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ ബാക്കിൽ ഡ്രം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് അറിയാൻ പറ്റാം. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് പറയുകയാണെങ്കിൽ ഒരു വിന്റേജ് ലുക്ക് വരുത്താൻ വേണ്ടിയായിട്ട് ബാക്കിൽ നമ്മൾ മോണോ സസ്പെൻഷൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ 2 വണ്ടിയിലും ഫ്രണ്ടിലത്തെ ലൈറ്റും കമ്പനി ഡിസൈനിന്റെ ഭാഗമായിട്ട് പഴയ രീതിയിലുള്ള ആ ക്ലാസിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിൻഷീൽഡും വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആ ക്ലാസിക് ആയിട്ടുള്ള ലുക്ക് നിലനിർത്താൻ വേണ്ടിയായിട്ട് അനലോഗ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻസും കിട്ടും. കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് നമ്മളെ ഇന്റർസെപ്റ്ററിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ റെയിൽ ഇവിടെ വരുന്നത് കാരണം കുറച്ചും കൂടെ വൈബ്രേഷൻ അത് ഡാമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കമ്പനി ഇവിടെ ഒരു റെയിൽ കൊടുത്തിരിക്കുന്നത്. ഈ റെയിൽ വൈബ്രേഷൻ ഹാൻഡിലോട്ട് വരുന്നതും മിററിലോട്ട് വരുന്നതും ഡാമ്പ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ ബാക്കിലെ ABS കം ഡിസ്ക് ബ്രേക്കിന്റെ സെറ്റ് വരുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഫ്രണ്ടിലെ ഡിസ്കാണ് ഈ കാണുന്നത്. നല്ല സൈസ് ഉണ്ട്, നല്ല ബ്രേക്കിംഗ് പവറാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വണ്ടി വന്നിട്ട് ഓയിൽ ആൻഡ് എയർ കൂൾഡ് ആണ്. അതുപോലെ തന്നെ GT-യും ഓയിൽ ആൻഡ് എയർ കൂൾഡ് ആണ്. ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് 2ലും വരുന്നത്. ഇതിന്റെ ക്യാം ഷാഫ്റ്റ് സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ് 2 വണ്ടിയിലും എഞ്ചിനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്വിൻ സിലിണ്ടർ വണ്ടി ആദ്യമായിട്ട് കാണുന്നത് റോയൽ എൻഫീൽഡിന്റെ വരുമ്പോഴത്തേക്കും കുറച്ച് വൈബ്രേഷനൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അല്പം പോലും വൈബ്രേഷൻ എനിക്ക് ടാങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് 2 വണ്ടിയിലും ഒരുപോലെ തന്നെയാണ്. ഇതിൽ പിന്നെ അല്പം പോലും സ്ട്രെയിൻ ഇല്ല, ഹാൻഡിൽ അല്പം പോലും വൈബ്രേഷൻ വന്നിട്ടില്ല. കാരണം ഇവിടുത്തെ റെയിൽ ഉള്ളത് കൊണ്ട് ഇതും കൂടെ നല്ല രീതിയിൽ വൈബ്രേഷൻ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. മിററിലൊന്നും അല്പം പോലും വൈബ്രേഷൻ വന്നിട്ടില്ല. പക്ഷേ GT-യിൽ എനിക്ക് ആ റെയിൽ ഇല്ലാത്തത് കൊണ്ടും ഷോർട്ട് ആയിട്ടുള്ള ഹാൻഡിലും ആയതുകൊണ്ടും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ എനിക്ക് നല്ലപോലെ റെവ് ചെയ്യുമ്പോഴത്തേക്കും മിററിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും ഇന്റർസെപ്റ്ററിൽ ഫീൽ ചെയ്തിട്ടില്ല. അതാണ് ഇന്റർസെപ്റ്ററിലും GT-യും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ കോർണറിംഗ് എടുക്കാനും ഒരു സ്പോർട്സ് മോഡിൽ ഓട്ടിക്കാനും ഒക്കെ നല്ലത് GT ആണ് എപ്പോഴും കമ്പയറിംഗ് ടു ഇന്റർസെപ്റ്റർ. പക്ഷേ ഇന്റർസെപ്റ്റർ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് അത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടാണ് അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാൻഡിലും അതിന്റെ സീറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ അതിന്റെ ഫൂട്ട് റെസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കയറി ഇരുന്ന് നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫൂട്ട് എവിടെയാണോ വേണ്ടത് ആ പൊസിഷൻ തന്നെയാണ് ഇന്റർസെപ്റ്ററിലും GT-യിലും കൊടുത്തേക്കുന്നത്. GT-ന്റെ സ്പോർട്സ് ആയിട്ടുള്ള ഒരു സീറ്റിങ്ങിന് വേണ്ടിയാണ് കുറച്ച് ബാക്കിലോട്ട് അതിന്റെ ഫൂട്ട് റെസ്റ്റ് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടോ അത് കുറച്ച് എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇതിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഓടിക്കുമ്പോഴത്തേക്കും അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാനൊന്ന് ബാക്ക് സീറ്റിൽ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഇന്റർസെപ്റ്ററിന്റെ ബാക്കിലും GT-ന്റെ ബാക്കിലും കയറുന്നുണ്ട്. ചേട്ടാ, പോകുന്ന വഴിക്ക് GT ഒന്ന് നിർത്തണേ, ബാക്കിലെ പില്ലിയൻ എക്സ്പീരിയൻസ് ഒക്കെ.
ഗംഭീരാണ്. സിംഗിൾ ക്രാഡിൽ ഫ്രെയിമിലാണ് 650cc എഞ്ചിൻ മൗണ്ട് ചെയ്തിരിക്കുന്നത്. നൈസ് ഫ്രെയിമാണ്. നല്ല രീതിയിൽ വൈബ്രേഷൻ ഡാമ്പ് ചെയ്യുന്നുണ്ട്. അത് രണ്ട് വണ്ടിയിലും GTയും സിംഗിൾ ക്രാഡിൽ ഫ്രെയിമാണ് വരുന്നത്. കൊള്ളാം. ബാക്ക് പില്ലിയൻ എക്സ്പീരിയൻസും അടിപൊളി. റൈഡ് ചെയ്യാൻ വേണ്ടി നല്ല കംഫർട്ടബിൾ സീറ്റാണ്, പക്ഷെ വീതി കുറവാണ്. ഇന്റർസെപ്റ്ററിൽ നിന്ന് മാറി ഞാൻ GTയിലോട്ട് കയറുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇന്റർസെപ്റ്റർ അത്രയും ഫീൽ ചെയ്യുന്നില്ല. രണ്ടിലും ഗ്രാബ് റെയിൽസ് ഉണ്ട് ബാക്കിൽ, പക്ഷേ GTൻ്റെ കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലീൻ ചെയ്ത് ഓടിക്കുന്ന ആളിലോട്ട് കുറച്ച് ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആണ്. സീറ്റ് നമുക്ക് ഒരേ കംഫർട്ടബിൾ ആണ് വരുന്നത്. ഫുട്റെസ്റ്റിൻ്റെ പൊസിഷനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. പക്ഷെ കുറച്ച് ലീൻ ചെയ്യണം. ഡ്രൈവ് ചെയ്യുന്ന ആൾ ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിലിരിക്കുന്ന പില്ലിനും ലീൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ ലീൻ ചെയ്തിരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആളിൻ്റെ കയ്യിൽ അത്രയും മാത്രം വെയിറ്റ് കുറച്ചും കൂടെ വരുന്നത് കാരണം അതൊരു പ്രശ്നമാണ്. അപ്പോൾ ലോങ് റൈഡിൽ എപ്പോഴും ഇന്റർസെപ്റ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകാൻ, നല്ല സ്പോർട്സ് മോഡിൽ ലോങ് പോകാനൊക്കെ എനിക്ക് അപ്പോഴും യൂസ്ഫുൾ ആണ്. റോയൽ എൻഫീൽഡ് ശിവജി ഷോറൂമിൽ നിന്നാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ GT650ന്റെയും ഇന്റർസെപ്റ്റർ 650ന്റെയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതിന്റെ റിവ്യൂ നിങ്ങളുടെ എന്റെ ട്രൂ ആയിട്ടുള്ള റിവ്യൂ, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ചുറ്റും ഈ കാണുന്നത് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പുതുതായിട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി വോളാണ്. അവരുടെ മൈൽ സ്റ്റോൺസ് എല്ലാം ഇവര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്റർസെപ്റ്ററിന്റെയും GT650ന്റെയും ലോഞ്ച് ഡേ ആണ്. ആ വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.